السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ത്വാഹയിലെ 102-ാമത്തെ വചനമാണ് ഇന്ന് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂർ ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا أشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا بسم الله الرحمن الرحيم. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا أشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نسفا فيذروها قاعا صفصفا لا ترى فيها عوجا ولا أمتا കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തിൽ 101 ആയത്തിൽ പറഞ്ഞു ഖിയാമത്തുമായി ബന്ധപ്പെട്ട്, അഥവാ ഈ സൂറയിൽ ഇതുവരെ
മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധന ചരിത്രമാണ് വിവരിച്ചത്. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇതെല്ലാം മുൻഗാമികളായ പ്രവാചകന്മാരുടെ സംഭവങ്ങളെ നിനക്ക് നാം വിവരിച്ചു തരികയാണ്. നിനക്ക് തീർച്ചയായും നാം നമ്മുടെ പക്കൽ നിന്നുള്ള ഉത്ബോധനം നൽകിയിരിക്കുന്നു. മക്കിയായ സൂറത്താണ്. മക്കക്കാർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന സമയത്താണ് ഈ അധ്യായം അവതരിക്കുന്നത്. അപ്പം മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു. ഇത്ര വ്യക്തമായി അന്നത്തെ ചരിത്രം പറയാൻ വഹി കൊണ്ടല്ലാതെ കഴിയുകയില്ല. മൂസാ നബിയുടെ കൂടെ നബിതങ്ങൾ ഉണ്ടായിരുന്നത് പോലെയാണ് ഓരോ സംഭവങ്ങളും പറഞ്ഞത്. ജനിച്ചത് മുതൽ വളർന്നതും, പിന്നീട് ഈജിപ്ത് വിട്ടുപോയതും, മദീനയിലേക്ക് എത്തിയതും, വിവാഹം കഴിച്ചതും, തിരിച്ചു വന്നതും, പിന്നീട് വീണ്ടും അദ്ദേഹം ഈജിപ്തിൽ ഫിറഔനെ വന്ന് കാണുന്നതും, അങ്ങനെ അവസാനം ഫിറഔന്റെ നാശം വരെയുള്ള ആ ഓരോ സംഭവങ്ങളെയും ഇങ്ങനെ കൃത്യമായി വിവരിക്കുമ്പോൾ നബിതങ്ങൾ അന്ന് കൂടെ ഉള്ളതുപോലെയുണ്ട് ഈ പറച്ചിൽ, എന്നാൽ ഇല്ലതാനും. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹു തആല നൽകുന്ന വഹിയാണ്. അന്ന് നബിയാക്കി തിരഞ്ഞെടുത്തു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്ര വ്യക്തമായി നൂറ്റാണ്ടുകൾ മുമ്പ് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത് പോലെ പറയാൻ കഴിഞ്ഞു എന്നത്. ആ നബിക്ക് അല്ലാഹു വഹി നൽകിയിരിക്കുന്നു, ഉത്ബോധനം നൽകിയിരിക്കുന്നു. ഇനിയും അത് സ്വീകരിക്കാതെ പോകുന്നുവെങ്കിൽ അവർക്കാകുന്നു നാശം. മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. കഴിഞ്ഞ ക്ലാസ് പഠിച്ചു നമ്മൾ. ഇതിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, അവഗണിക്കുന്നുവെങ്കിൽ അന്ത്യനാളിൽ അവൻ പാപഭാരം വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അഥവാ നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിലവൻ നിത്യവാസിയാണ്. അതാവട്ടെ എത്ര മോശമായ ഒരു ചുമടാകുന്നു അത്, ഒരു പാപഭാരമാകുന്നു അത് എന്നാണ് പറഞ്ഞത്. ഇനി എന്നാണ് ആ ഖിയാമത്ത്, എപ്പോഴാണ്, എന്തൊക്കെയാണ് അത് സംഭവിക്കുക? അതാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ അല്ലാഹു തആല വിവരിക്കുന്നത്. യൗമ യുൻഫഖു ഫിസ്സൂർ. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. അതാണ് ഈ പറഞ്ഞ യൗമുൽ ഖിയാമ. വസഅലഹും യൗമൽ ഖിയാമത്തി ഹിംല എന്ന് പറഞ്ഞല്ലോ. ഖിയാമത്തിൽ അവർക്ക് ഹിംല്, ചുമട് വളരെ മോശമാണ്. ആ ഖിയാമത്ത് ഏതാണ്? യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസമാകുന്നു അത്. പ്രധാനമായും രണ്ട് ഊത്തുകൾ സൂറിലുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു, ഖുർആൻ ഇത് പഠിപ്പിക്കുന്നു. ഹദീസ് പ്രകാരം രണ്ട് ഊത്തിനെയും മുന്നോടിയായി ഒരു ഊത്ത് കൂടി, ഒരു ഓർമ്മപ്പെടുത്താൻ, ഒരു വാണിംഗ് എന്ന നിലയ്ക്കുള്ളൊരു ഒരു ഊത്തുണ്ടാകും എന്ന് ഹദീസിൽ കാണാം. എന്നാൽ പ്രധാനമായി രണ്ട് ഊത്താണ്. ഒന്ന് ലോകം നശിപ്പിക്കാനുള്ള ഊത്ത്, ഒന്നാമത്തെ ഊത്ത്. രണ്ടാമത് എല്ലാവരെയും എഴുന്നേൽപ്പിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള രണ്ടാമത്തെ ഊത്തും. ആ സൂറിനെ പറ്റി ഹദീസ് വന്ന് ഖർനുൻ യുൻഫഖു ഫീഹി എന്നാണ്. ഊതപ്പെടുന്ന ഒരു കാഹളമാണ് ഈ സൂർ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റു ഹദീസിൽ കാണാം അന്നഹു ഖർനുൻ അദീം അദ്ദാറത്തു മിൻഹു ബിഖദ്രി സമാവാതി വൽ അർളി. അതൊരു വലിയ കാഹളമാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെ ആകാശഭൂമികളോളം വിശാലമാണ് എന്നാണ്. അത്രയും വലിയ ഒരു സൂറാണ് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. യൻഫഖു ഫീഹി ഇസ്രാഫീലു അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ ഊതും എന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദ് ഇൽതഖമൽ ഖർന. കൈഫ അൻഅമു, നബി തങ്ങൾ പറയും എനിക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും, കാരണം വസാഹിബുൽ ഖർനി ഖദ് ഇൽതഖമ അൽ ഖർന. സാഹിബുൽ സൂർ, സൂറിന്റെ ആൾ അഥവാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൂറിനെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതേപോലെ തന്റെ നെറ്റിത്തടം ചുളിച്ചിരിക്കുന്നു, തനിക്ക് ഊതാനുള്ള കൽപ്പന പ്രതീക്ഷിച്ചിരിക്കുകയാകുന്നു. എന്നിരിക്കെ എനിക്ക് എങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിയുക, ദുനിയാവ് ആസ്വദിക്കാൻ കഴിയുക എന്ന് വിധങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. അഥവാ ഊതാൻ തയ്യാറായി ഏതു സമയത്ത് കൽപ്പന വന്നാലും അതേ നിമിഷം നടപ്പാക്കുവാൻ സജ്ജമായിക്കൊണ്ട് നിൽക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നർത്ഥം. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു നബിയെ കൈഫ നഖൂൽ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ആ ഒരു ഭീകരത ആലോചിക്കുമ്പോൾ എന്താ നബിയെ ഞങ്ങൾ ചെയ്യണം, ഞങ്ങൾ എന്താ പറയേണ്ടത്? അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു ഖൂലു, നിങ്ങൾ പറയുക ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ആ റബ്ബിൽ ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായ അള്ളയാണ്, ഞങ്ങളെല്ലാം ആ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു
എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അതാണ് സൂർ. സുമറിലും വിശദമായി പറഞ്ഞാണ് സൂർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പറഞ്ഞു സൂറിൽ ഊതപ്പെടും. ആകാശഭൂമിയിലുള്ളവരെല്ലാം അതോടുകൂടി ബോധരഹിതരായി വീഴും, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. പിന്നീട് രണ്ടാമത് ഊതപ്പെടും. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴത് അവർ എഴുന്നേറ്റ് നോക്കുന്നവരായി മാറും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസമാണ് ആ പറഞ്ഞ യൗമുൽ ഖിയാമ. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. വനഹ്ശുറുൽ മുജ്രിമീൻ, കുറ്റവാളികളെ നാം ഒരുമിച്ച് കൂട്ടും. യഹ്ശുറു, നാം ഒരുമിച്ച് കൂട്ടും. ഹശറ യഹ്ശുറു പലപ്പോഴും പഠിച്ചു പോയ പദമാണ്. ഹശറ യഹ്ശുറു മഹ്ശർ എന്ന പദമൊക്കെ അതിൽ. വനഹ്ശുറുൽ മുജ്രിമീന, കുറ്റവാളികളെ നാം ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്നേ ദിവസം. സുർഖാ, നീല നിറമുള്ളവരായിക്കൊണ്ട്. സുർഖ് നീല എന്നർത്ഥം. ആകെ പേടിച്ച് പ്രയാസപ്പെട്ട് ശരീരമാസകലം നീലിച്ചുകൊണ്ടാണ് അവരവിടെ വരിക എന്നർത്ഥം. സുർഖ് വ്യത്യസ്ത അർത്ഥങ്ങളിൽ അറബികൾ ഉപയോഗിക്കാറുണ്ട്. സുർഖ് എന്ന പദം അർത്ഥം ഇതാണ്, നിലനിറം എന്നാണ്. പക്ഷെ അറബികൾ സാധാരണ ഒരു പ്രയാസപ്പെടുന്ന വല്ലാതെ ബേജാറായ ഒരാളെ കുറിച്ച് പറയുമ്പോൾ സുർഖ് എന്ന പദപ്രയോഗം അവരെ കുറിച്ച് അറബികൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അപ്പൊ കണ്ണുകൾ നീലിച്ചാലും ഇത് പറയുന്നുണ്ട്. കണ്ണ് നീലിച്ചു പോയാൽ അതിന് അയാൾ സുർഖൻ എന്ന പ്രയോഗം അയാളെ പറ്റി പറയും. ദാഹിച്ചു വരഞ്ഞ് ആകെ കണ്ണുമൂറൊക്കെ കണ്ട് ഇടങ്ങാറായി മാറിയാൽ അതിനും സുർഖ് എന്ന പദം പ്രയോഗിക്കലുണ്ടവർ. ഭയം കൊണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ശരീരത്തിന്റെ കോലം മാറി, പിന്നെ മുഖത്തിന്റെ നിറം മാറി, അതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അയാള് സ്വാറ സുർഖൻ, സ്വാറ അസ്റഖ്, അല്ലെങ്കിൽ റജുലുൻ അസ്റഖ്, ഇംറഅത്തുൻ സർഖാ എന്നൊക്കെ അറബി ഉപയോഗിക്കും. റജുലുൻ അസ്റഖ്, നീലിച്ച ഒരാള് എന്ന് പറഞ്ഞാൽ ഇത്തരം ചില അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഖിയാമത്താകുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ മുസ്ലിമീങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികം ഭയമുണ്ട്, ദാഹമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. താൻ പിടിക്കപ്പെടുന്നു, താൻ നിഷേധിച്ച ഖിയാമത്തിലാ സംഭവിച്ചു കഴിഞ്ഞു. ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് സംഭവിക്കുകയാണ്. ഇനി എന്താണ് ഉണ്ടാവുക എന്ന ആ ബേജാറും പേടിയും എല്ലാം കൂടെയായി ശരീരമാസകലം നിറം മാറി കണ്ണുകളൊക്കെ നീലനിറമായി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയിലാണ് കുറ്റവാളികളായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നർത്ഥം. മുജ്രിമീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്നേ ദിവസം. സുർഖാ, നീല നിറമായ രൂപത്തിൽ. യതഖാഫതൂന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റാ. യതഖാഫതൂന, അവർ പരസ്പരം അടക്കം പറയുന്നു, സ്വകാര്യം പറയുന്നു. ബൈനഹും, അവർക്കിടയിൽ. എന്താണ് സ്വകാര്യം? ഇൻ ലബിസ്തും ഇല്ലാ അശ്റാ. ഇല്ലബിസ്തും, നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ല, താമസിച്ചിട്ടില്ല. ദുനിയാവിൽ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടില്ല. ഇല്ല അശ്റാ, 10 ദിവസമല്ലാതെ നമ്മളാണ് ദുനിയാവിൽ താമസിച്ചിട്ടില്ലല്ലോ എന്ന് അവർ തമ്മിൽ അടക്കം പറയുന്ന അവസ്ഥയുണ്ടാകും. അഥവാ ദുനിയാവ് അവർക്ക് ഒന്നുമല്ലാതായി തോന്നുന്നു. ഇവിടെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ജീവിച്ച മനുഷ്യന്മാരാണെങ്കിലും അവരൊക്കെ തമ്മിൽ പറയുന്നു, ദുനിയാവിൽ നമ്മളിപ്പോൾ ആകെ ഒരു 8-10 ദിവസമല്ലേ താമസിച്ചുള്ളൂ എന്നവർ പരസ്പരം പറയുന്നു എന്നാണ്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞ ആശയമാണ് ഇത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിലെ വ്യാഖ്യാനത്തിൽ പറയാണ്, ഇവിടെ വകാല ഖറലുഹും ഫീ ദാലിക ദർഉ ഖിയാമിൽ ഹുജ്ജത്തി അലൈഹിം. എന്തിനാണ് അത് പറയുന്നത്? അഥവാ ഞങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനും ഇതൊന്നും അന്വേഷിക്കാനും സമയം കിട്ടിയിട്ടില്ല. ഞങ്ങളാകെ ഒരു 10 ദിവസമാണ് ദുനിയാവിൽ താമസിച്ചത്, അല്ലെങ്കിൽ ഒറ്റ ദിവസമാണ് താമസിച്ചത്, അല്ലെങ്കിൽ ഏതാനും സമയമാണ് താമസിച്ചത്. അതിനിടയിൽ ഇങ്ങനെ പരലോകമുണ്ടെന്ന് മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് പ്രകാരം ജീവിതത്തിൽ ക്രമീകരിക്കാനും ഒന്നും സാവകാശം ലഭിച്ചിട്ടില്ല എന്നാണ് അവരുടെ ഉദ്ദേശം. അതല്ലെങ്കിൽ പരലോകത്തെ ആ ഭയാനകതയും അവിടുത്തെ ദിവസത്തിന്റെ ദൈർഘ്യവും ഒക്കെ കാണുമ്പോൾ ദുനിയാവ് അവർക്ക് ഒന്നുമല്ലാതായി കേവലം ഏതാനും ദിവസങ്ങളുടെ ദൈർഘ്യം മാത്രമായി അവർക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് അവരെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യൗമ തഖൂമു സ്സാഅ യുഖ്സിമുൽ മുജ്രിമൂൻ.
ഖിയാമത്ത് സംഭവിക്കുന്ന അന്ന് കുറ്റവാളികളായ ആളുകൾ സത്യം ചെയ്ത് പറയും, മാ ലബിസു ഗൈറ സാഅ, ഏതാനും സമയമല്ലാതെ അവർ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്ന് പറയും. കദാലിക് കാനൂ യുഫകൂൻ, അപ്രകാരം തന്നെയാണ് അവർ തിരിച്ചുവിടപ്പെട്ടിരുന്നത് എന്ന്. വഖാലല്ലദീന ഊതുൽ ഇൽമ വൽ ഈമാൻ, അറിവും ഈമാനുമുള്ള ആളുകൾ അവർ പറയും, ഖദ് ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, അല്ലാഹുവിന്റെ കിതാബിൽ ഉയർത്തുന്ന നാൾ വരെയും നിങ്ങൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഫഹാദാ യൗമുൽ ബഅസ്, ഇതാണ് യൗമുൽ ബഅസ്. വലാകിന്നകും കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് ഈമാനും ഇൽമുമുള്ളവർ മറുപടിയും പറയുമെന്ന് സൂറത്തുൽ റൂമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അതേപോലെ സൂറത്തുൽ ഫാത്തിറിൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ പര്യാപ്തമായ പ്രായം നാം നിങ്ങൾക്ക് നൽകിയില്ലേ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ വരികയും ചെയ്തില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്നാണ്. കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദ്ദീൻ. സൂറത്തുൽ മുഅ്മിനീൻ കാണാം, അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ എത്ര കാലം കഴിച്ചുകൂട്ടി? അദദ സിനീൻ, കൊല്ലങ്ങൾ നിങ്ങൾ അവിടെ കഴിച്ചു കൂട്ടിയില്ലേ, എന്നിട്ടും എന്താ നിങ്ങൾ ഇതേക്കുറിച്ച് ബോധമില്ലാതായി മാറി? അവർ പറയുന്ന മറുപടി, ഞങ്ങൾ ആകെ താമസിച്ചത് ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഏതാനും ഭാഗം മാത്രമാണ്. ഫസ്അലിൽ ആദ്ദീൻ, എണ്ണിക്കണക്കാക്കുന്നവരോട് ചോദിച്ചു നോക്കാം. ഖാല, അല്ലാഹ് പറയും, ഇൻ ലബിസ്തും ഇല്ലാ ഖലീല, നിങ്ങൾ കുറച്ച് താമസിച്ചിട്ടുള്ളൂ. ലൗ അന്നകും കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുകയാണ് എങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ദുനിയാവ് തുച്ഛം തന്നെയാണ്, നിസ്സാരം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പരലോകവുമായി തട്ടിക്കുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല. ഇവിടെ 40 കൊല്ലോ 50 കൊല്ലോ 60 കൊല്ലോ 70 കൊല്ലോ ജീവിച്ചാലും യഥാർത്ഥത്തിൽ അത് ഒന്നുമല്ല. അവിടുത്തെ ദിവസത്തിന്റെ ഒരു ഭാഗം പോലും ആകുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇതാണ് എല്ലാം എന്ന് കരുതി ഈ തുച്ഛമായ ആയുസ്സിനെ ദുരുപയോഗം ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ട് പറയാണ്, നിങ്ങൾ ദുനിയാവിൽ അധികമൊന്നും താമസിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ ബോധം ഇവിടെ ഉണ്ടായാൽ മതി. ഇവിടെ 100 കൊല്ലം ആയുസ് കിട്ടിയാലും അത് ഒന്നുമല്ല, തുച്ഛമാണ്. കാരണം ഒരു ദിവസം തന്നെ 1000 കൊല്ലം 50,000 കൊല്ലം ഒക്കെ ദൈർഘ്യമുള്ളതാണ് നാളെ പരലോകത്ത്. അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 1000 വർഷത്തിന്റെ ദൈർഘ്യം, അല്ലെങ്കിൽ ഇവിടുത്തെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം എന്നൊക്കെ അല്ലാഹു തആല പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു 100 കൊല്ലം ജീവിച്ചു വന്നാൽ തന്നെ അവിടുത്തെ ഒരു 2 മണിക്കൂറിന്റെ ദൈർഘ്യമേ ആകെയുള്ളൂ. അതുപോലെ ആ ഒരു തുച്ഛമായ നിസ്സാരമായ ഈ ജീവിതത്തിൽ അവിടേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അത് മറക്കുകയും ഇതാണ് എല്ലാം എന്ന് കരുതി ഇതിൽ മതിമറന്ന് അവൻ ആൾക്ക് തമ്മാടിയായി തോന്നിവാസിയായി ജീവിക്കുകയും ചെയ്തിട്ട് അവിടെ വരുമ്പോൾ സാവകാശം കിട്ടിയില്ല, ഞങ്ങളധികമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് തഖാഫത്തൂന ബൈനഹും, അവർക്കിടയിൽ അവർ സ്വകാര്യം പറയുന്നു. ഇല്ലബിസ്തും ഇല്ലാ അശ്റാ, തഖാഫത്തനാല് സ്വകാര്യമായി ഖുഫ്യത്തായി പറയുക, സ്വകാര്യമായിട്ട് പിന്നെ പറയുക. ഇല്ലബിസ്തും, നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ല, താമസിച്ചിട്ടില്ല. ഇല്ലാ അശ്റാ, 10 ദിവസങ്ങളല്ല, 10 അല്ലാതെ, അഥവാ 10 ദിവസങ്ങളല്ലാതെ നമ്മളവിടെ താമസിച്ചിട്ടില്ലല്ലോ എന്ന് അവർ പരസ്പരം പറയുന്നു. അള്ളാഹുവിന്റെ മറുപടി, നഹ്നു അഅ്ലമു ബിമാ യഖൂലൂൻ, നഹ്നു അഅ്ലമു, നാം നന്നായി അറിയുന്നവരാണ്. ബിമാ യഖൂലൂന, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവരാകുന്നു നാം. ഇത് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇൻ ലബിസ്തും ഇല്ലാ യൗമാ, ഇത് യഖൂലു പറയുന്ന സന്ദർഭം, അംസലുഹും ത്വരീഖതൻ, അവരിൽ ഏറ്റവും നല്ല മാർഗം സ്വീകരിച്ചവർ പോലും പറയുന്നു, ഏറ്റവും ശരിയായ വഴിക്ക് ജീവിച്ച ഏറ്റവും നല്ല വഴിയിൽ കഴിഞ്ഞുകൂടിയ ആളുകൾ അവർ തന്നെയും പറയുന്നു, ഇൻ ലബിസ്തും ഇല്ലാ യൗമാ, ഇൻ ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ലാ യൗമാ, ഒരു ദിവസമല്ലാതെ നിങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടില്ല എന്നവർ പറയുന്നു. അഥവാ അവർക്ക് ബോധ്യപ്പെട്ടു, ഇബ്നു സീന പറയുന്നത്, അന്ന ദുനിയ കുല്ലഹാ വഇൻ തകററത് ഔഖാതുഹാ വതആഖബത് ലയാലിഹാ വഅയ്യാമുഹാ വസആഅതുഹാ കഅന്നഹാ യൗമുൻ വാഹിദ്, ദുനിയാവ് മുഴുവൻ അതിൻ്റെ ദിവസങ്ങളും സമയങ്ങളും രാവും പകലും എല്ലാം മാറി മാറി വിടുന്ന ആ ദുനിയാവ് മൊത്തം കൂട്ടിയാലും കഅന്നഹാ യൗമുൻ വാഹിദ്, ഒരു ദിവസം പോലെ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ.
അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 കൊല്ലം എന്ന് പറയുമ്പോൾ ഇത് ഒന്നായി കണക്കാക്കിയാലും ദുനിയാവില് എല്ലാവരും താമസിച്ച എല്ലാ സമയവും എല്ലാ ദിവസം കൂടെ കണക്ക് കൂട്ടിയാലും കഅന്നഹ യൗമുൻ വാഹിദ്, ഒരു ദിവസം പോലെയാണ് അതുണ്ടാകുക. വലിഹാദാ തസ്തഖ്സിറു മുദ്ദത്തുൽ ഹയാത്തിദ് ദുനിയ യൗമൽ ഖിയാമ. അതുകൊണ്ടാണ് ഖിയാമത്തിൽ ദുനിയാവിലെ ആയുസ് വളരെ കുറവായിരുന്നുവല്ലോ എന്ന് മനുഷ്യന് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാകുന്നു. അപ്പൊ അത് ആ യാഥാർത്ഥ്യം അല്ലാഹു തആല നമുക്ക് ദുനിയാവിൽ നിന്ന് പറഞ്ഞു തരാണ്. എന്നിട്ടും അത് ഉൾക്കൊള്ളാതെ അവിടെ ചെന്ന് ഈ ആവലാതി, ഈ ഒരു സങ്കടം പറയുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നർത്ഥം. അപ്പൊ അതാണ് ദുനിയാവിന്റെ അവസ്ഥ. ഇനി വയസ്അലുകൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. ആ ഖിയാമത്താകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നബി തങ്ങൾ വിവരിച്ചപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തകരുമ്പോൾ ഈ വലിയ വലിയ പർവ്വതങ്ങൾ അതൊക്കെ എന്താണ് സംഭവിക്കുക? പ്രത്യേകിച്ച് മക്കയിലൊക്കെ മുഴുവൻ മലകളാണല്ലോ, അവന് മുമ്പിൽ കാണുന്ന ധാരാളം പർവ്വതങ്ങൾ അവർക്കവിടെ ഉണ്ട്. അപ്പൊ ഈ പർവ്വതങ്ങളൊക്കെ നബിയെ എന്ത് സംഭവിക്കും എന്നവർ ചോദിക്കുന്നു. വയസ്അലൂനക, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു. അനിൽ ജിബാൽ, പർവ്വതങ്ങളെപ്പറ്റി അവർ ചോദിക്കുന്നു നബിയെ. അത് എന്താണ് പർവ്വതങ്ങൾക്ക് സംഭവിക്കുക? ഈ വമ്പൻ പർവ്വതങ്ങൾ അതൊക്കെ എന്താണ് ആയിത്തീരുക എന്നവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു. അവരോട് പറഞ്ഞു കൊടുക്കുക. എന്ത്? ഫഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യൻസിഫുഹാ റബ്ബി നസ്ഫാ. യൻസിഫുഹാ, അതിലെല്ലാം നശിപ്പിക്കും, അതെല്ലാം പൊടിച്ചു കളയും. റബ്ബി, എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ് അതിനെ പൊടിച്ചു കളയും. നസ്ഫൻ, ഒരു പൊടിക്കൽ, പൊടി പൊടിയാക്കി അതിനെ പാറ്റിക്കളയും, പടത്തിക്കളയുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്നാണ്. അപ്പൊ അവർ ചോദിക്കുന്നു, ഈ വലിയ വലിയ പർവ്വതങ്ങൾ ഇതൊക്കെ എന്തു സംഭവിക്കും ഖിയാമത്താകുമ്പോൾ? ഇതൊക്കെ ഇല്ലാതായി പോകുമോ? ഇതൊക്കെ രൂപമാറ്റം സംഭവിക്കുമോ? എന്താണ് ഈ പർവ്വതങ്ങൾക്കെല്ലാം സംഭവിക്കുക എന്നവർ ചോദിക്കുന്നു. ഹൽ തബഖാ യൗമൽ ഖിയാമ ഔ തസൂൽ, ഖിയാമത്ത് നാളിൽ ഇതൊക്കെ നിലനിൽക്കുമോ? പർവ്വതങ്ങളും ഉണ്ടാകുമോ? അതെല്ലാം ഇല്ലാതായി പോകുമോ എന്നവർ ചോദിക്കുന്നു. പറഞ്ഞു കൊടുക്കുക. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, എൻ്റെ റബ്ബ് അതിനെ പൊടി പൊടിയാക്കി കളയും. അയ്യുദ്ഹിബുഹാ അൻ അമാകിനിഹാ വയംഹഖുഹാ വയുസയ്യിറുഹാ തസ്ഈറാ, എൻ്റെ റബ്ബ് അതിനെ ഇല്ലാതാക്കുകയും എന്നതിന് നാമാവശേഷമായി തുടച്ചു കളയുകയും അതിനെയെല്ലാം സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന രംഗമുണ്ട്. അന്ന് പറഞ്ഞ മർറ സഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങൾ പോകുന്നത് പോലെ ഇതെല്ലാം സ്ഥാനം വിട്ട് പോകുന്ന ദിവസം അവിടേക്ക് അതിനെ ഉയർത്തപ്പെട്ട് അതിൻ്റെ ഭാരം നഷ്ടപ്പെട്ട് അതെല്ലാം പൊടിപൊടിയാക്കി ധൂളിയാക്കി പടത്തപ്പെടുന്ന ഒരു ദിവസമാണ് ഖിയാമത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക നബിയെ. ഫയദറുഹാ ഖാഅൻ സുഫ്സഫാ, ഫയദറുഹ, എന്നിട്ട് ആ ഭൂമിയെ അല്ലാഹു തആല മാറ്റും. അതിനെ ഉപേക്ഷിക്കും, അതിനെ ഒഴിവാക്കും, മാറ്റിയിടും. ഫയദറുഹ, അതിനെ എന്ന് പറഞ്ഞാൽ ഭൂമിയെ അല്ലാഹു തആല മാറ്റും. എന്ത് മാറ്റും? ഖാഅൻ സുഫ്സഫാ, ഖാഅൻ സുഫ്സഫാ, നിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ്. ഖാഅ്, മരുഭൂമി, മൈതാനം, വിശാലമായ ഹാള്, അതൊക്കെയാണ് ഖാഅ് എന്ന് പറയുക. ഖാഅൻ, അതിനെ സമനിരപ്പാക്കി മാറ്റം. ഹുവൽ മുസ്തവി മിനൽ അർദ് എന്നാണ്. നിരന്ന സ്ഥലത്തിനാണ് ഖാ എന്ന് പറയുക. വളവില്ലാത്ത, തിരിവില്ലാത്ത, കയറ്റമില്ലാത്ത, കുണ്ടും കുഴിയുമില്ലാത്ത സമനിരപ്പായ സ്ഥലത്തിനാണ് സാധാരണ ഖാ എന്ന് പറയുക. അതിനാണ് നമ്മൾ മലയാളത്തിൽ മൈതാനം എന്ന് പറയുന്നത്. മൈതാനം പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഖാ ആക്കി മാറ്റും ഭൂമിയെ. ഫയദറുഹ, ആ ഭൂമി അല്ലാഹു തആല മാറ്റും, അതിനെ ഉപേക്ഷിക്കും. ഖാഅൻ, മൈതാനമായി കൊണ്ട്. സഫ്സഫൻ, സഫ് എന്ന് പറഞ്ഞാലും അതേ ആശയം തന്നെയാണ്. ഇതേ അർത്ഥത്തിലാണ് സമനിരപ്പായ, സമനിരപ്പായത്, വക്രതയില്ലാത്തത്, പളവും തിരിവില്ലാത്തതൊക്കെ പറയാം. അപ്പൊ ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് ഖാഅൻ സുഫ്സഫാനത് സമനിരപ്പായ മൈതാനം. കാരണം മൈതാനം എന്ന് പറയുമ്പോഴും അതിന് എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു കയറ്റുമ്പൽക്കെ കണ്ട് വിചാരിക്കാം, അതില്ല. ഫയദറുഹ ഖാഅൻ സുഫ്സഫ, ഈ ഭൂമിയെ അല്ലാഹു തആല സമനിരപ്പായ മൈതാനമാക്കി മാറ്റും. പർവ്വതങ്ങളില്ല, കുണ്ടുകളില്ല, കുഴികളില്ല, വളവുകളില്ല, മരങ്ങളില്ല, കെട്ടിടമില്ല, എല്ലാം തകർന്നുപോയി, എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഇത് നല്ല സമനിരപ്പായ ഭൂമിയാക്കി അല്ലാഹു തആല
മാറ്റുന്നു. അതാണ് യൗമ യുബദ്ദൽ അർളു യൗമ തുബദ്ദൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി. അല്ലാഹു തആല ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റും. ആകാശങ്ങൾ അവന്റെ വലങ്കയിൽ ചുരുട്ടപ്പെട്ടതുമായിരിക്കും എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചതും ആ ഒരു ആശയം തന്നെയാകുന്നു. അപ്പൊ ആ നിലക്ക് ഈ ഭൂമിയെ ഒന്നാകെ അല്ലാഹു തആല അതിനെ നിരപ്പാക്കി കളയുന്നു. ചെടികളോ സസ്യങ്ങളോ മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സമനിരപ്പായ മൈതാനമാക്കി അല്ലാഹു തആല അതിനെ മാറ്റുന്നു. ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ. ലാ തറാ ഫീഹാ, ആ ഭൂമിയിൽ നീ കാണുകയില്ല ഇവജൻ, ഒരു വളവ് നീ കാണുകയില്ല, വലാ അംതൻ, ഒരു കുന്നുകളോ അല്ലെങ്കിൽ കുഴികളോ ഒന്നും നിനക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ ഭൂമി അല്ലാഹു തആല മാറ്റുന്നു. ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ, ഐ ലാ തറാ ഫിൽ അർളി യൗമഇദിൻ വാദിയൻ വലാ റാബിയതൻ വലാ മകാനൻ മുൻഖഫിദൻ വലാ മുർതഫിഅൻ. താഴ്വരകളില്ല, അതേപോലെ ഉയർന്ന സ്ഥലങ്ങളില്ല, താഴ്ന്ന സ്ഥലങ്ങളില്ല, വളഞ്ഞു പുളഞ്ഞു പോകുന്ന സ്ഥലങ്ങളില്ല, ഒന്നുമില്ലാതെ നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ഒറ്റ നിരപ്പിലുള്ള സമാന നിരപ്പിലുള്ള ഒരു മൈതാനമാക്കി അല്ലാഹു തആല ആ ഭൂമിയെ മാറ്റുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ലാ തറാ ഫീഹാ ഇവജം വലാ അംത, ഇറക്കമോ കയറ്റമോ അല്ലെങ്കിൽ വളവോ അതേപോലെ ഉയർച്ചകൾ താഴ്ചകളോ ഒന്നും നിനക്ക് അവിടെ കാണാൻ സാധ്യമല്ലാത്ത വിധം അതിനെ മാറ്റുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു അക്ബർ. അതെ അതന്നെ മശർക്ക് വേണ്ടി മാറ്റും. അല്ലാഹു അക്ബർ. മൊത്തം അർത്ഥം യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന ദിവസമാകുന്നു അത്. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, കുറ്റവാളികളെ അന്ന് നാം നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നതാണ്. യതഖാഫതുന ബൈനഹും ഇൻ ലബിസ്തും ഇല്ലാ അശ്റാ, അവർ അന്യോന്യം പതുക്കെ പറയും, നിങ്ങൾ 10 ദിവസമല്ലാതെ ഭൂമിയിൽ താമസിക്കുകയുണ്ടായിട്ടില്ല എന്ന്. നഹ്നു അഅലമു മാ യഖൂലൂൻ, അവർ പറയുന്ന കാര്യം ഏറ്റവും നന്നായി അറിയുന്നവരാകുന്നു നാം. ഇത് യഖൂലു അംസലുഹും ത്വരീഖതൻ, അവർ ഏറ്റവും ന്യായമായ നിലപാട് സ്വീകരിച്ചവർ, വഴി സ്വീകരിച്ചവർ പോലും പറയുന്നു ഇൻ ലബിസ്തും ഇല്ലാ യൗമ, ഒരു ദിവസമല്ലാതെ നിങ്ങൾ അതിൽ താമസിച്ചിട്ടില്ല എന്ന്. ജിബാൽ, അവർ പർവ്വതങ്ങളെ പറ്റി നബിയെ താങ്കളോട് ചോദിക്കുന്നു. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, പറയുക എന്റെ റബ്ബ് അതിനെയെല്ലാം പൊടിപൊടിയാക്കി കളയുന്നതാണ്. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, എന്നിട്ട് അതിനെ സമനിരപ്പായ മൈതാനമാക്കി അവൻ വിടുന്നതാണ്. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, ഇറക്കമോ കയറ്റമോ അല്ലെങ്കിൽ വളവോ വ്യത്യാസങ്ങളോ ഒന്നും നിനക്കവിടെ കാണാൻ കഴിയും, നീ അത് കാണുകയില്ല. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ يتخافتون بينهم إن لبثتم إلا أشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا سبحانك الله.